ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ കൊണ്ടൊരു ഉപ്പുമാവാണ്. അപ്പോൾ നമുക്ക് കുഴഞ്ഞൊന്നും പോകാതെ ഒട്ടിപ്പിടിക്കാതെയും രുചികരമായ രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു കപ്പ് സേമിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചെറുതായിട്ട് ഒടിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ആ പാൻ വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സേമിയയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് ലോയിൽ വെക്കണം കേട്ടോ. തീ കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ ലോ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ കളറൊക്കെ മാറി നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, വലുതായതുകൊണ്ടാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, ആവിയിൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആവിയിൽ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ നമ്മുടെ ഉപ്പുമാവിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് നാളികേരം ചിരകിയതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1 കപ്പ് സേമിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. എന്നുവെച്ചാൽ ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്നും കൂടെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് കേട്ടോ. വെള്ളം വെജിറ്റബിൾസ് എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സേമിയ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇതിനിപ്പോൾ എല്ലാത്തിനും കൂടെ പറ്റിയിട്ടുള്ള വെള്ളം കറക്റ്റായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാൻ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. മൂടി വെച്ചതിന് ശേഷം എടുക്കുക. അപ്പോഴത്തേക്കും നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വലുതായിട്ടൊന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.